രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം മനസ്സിലാകാത്തൊരിത് കാണരുത്. രാഷ്ട്രീയം പറയുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. എനിക്കും മനസ്സിലാകത്തില്ല. അമ്മാതിരിയാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, അമ്മാവന്മാരെ കൊണ്ട് ഒരേ കെണി തന്നെ. എന്തുവാ അവിടെ ചർച്ചാ വിഷയം? ചൂട് പിടിച്ചൊരു ചർച്ചാ വിഷയം അവിടെ ഭീകരമായി നടക്കുന്നുണ്ട്. ദിവ്യ അയ്യർ IAS രാധാകൃഷ്ണ സഖാബിനെ കെട്ടിപ്പിടിച്ചു. ഹൗ കംസ്? ഒരു ദളിത് വംശജനെ ഒരു അയ്യര് കുട്ടി കെട്ടിപ്പിടിക്കുക. കൺഗ്രാജുലേഷൻ, വെൽ ഡൺ ദിവ്യ അയ്യർ. അതെന്താ ദിവ്യ അയ്യർക്ക് വെൽ ഡൺ? രാധാകൃഷ്ണനല്ലേ അങ്ങനെ കൊടുക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു സിദ്ധാന്തത്തിനാണ് അദ്ദേഹം മുറുക്കി പിടിച്ചുകൊണ്ട് ഈ കളി കളിച്ചിരിക്കുന്നത്. വാസ്തവത്തെ കെട്ടിപ്പിടിച്ച അയ്യര് കുട്ടിയാ. രാധാകൃഷ്ണൻ മിണ്ടാതെ നിൽക്കുന്നേ ഉള്ളൂ. സംശയം ഉണ്ടോ? നോക്ക്, ഫോട്ടോ നോക്ക്. അതിനകത്ത് അദ്ദേഹം നിൽക്കുന്ന നില കണ്ട. അദ്ദേഹത്തിന് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അയ്യരുട്ടി അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ചു. അത് സ്വാഭാവികമാണ്. അയ്യരുകുട്ടിക്ക് ഇത് സ്ഥിര പരിപാടിയാണ്. പുള്ളിക്കാരത്തിയുടെ IAS സാധനം വരെ പോകുന്ന രീതിയിൽ 8 നിലയിൽ എടുത്തു വെച്ച് ഊക്കിയൊരു കഥ നമുക്കറിയാം. വർക്കലക്കാർക്കേ മനസ്സിലാവുള്ളൂ. ഭൂമി കൈമാറ്റ ക്രയ വിക്രയ ഇത്യാദി കർമ്മങ്ങളിൽ പുള്ളിക്കാരത്തിയുടെ IAS വരെ ത്രാസി തൂങ്ങിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പണ്ട്. അത് നമ്മളൊന്നും മറന്നിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ടോന്നും ഇല്ല. അത്യാവശ്യം ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, പിന്നെ ഭർത്താവിന് വേണ്ടിയിട്ടല്ലയോ ചില ക്രയ വിക്രയങ്ങളൊന്ന് നടത്തി ഒരു സാധനത്തിലൊന്ന് പിടിക്കപ്പെട്ടു കേസൊക്കെ വന്ന് അവസാനം ഇതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കി വിട്ടു. അത് ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇവർ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുണ്ടെന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദിവ്യ അയ്യർ. പുള്ളിക്കാരത്തെ ഞങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകാനൊന്നുമില്ല. IAS തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരെന്തിനാണ് ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച ഉണ്ടായ സാഹചര്യം എന്താണ്? നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറയാം. ആക്ച്വലി ഒരു വലിയ സംഗതി നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. മരുമകനിക്ക് ഒരു കസേര. എന്തുണ്ട്? മരുമകനിക്ക് ഒരു കസേര. അതിനെ മരുമകൻ കസേരയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് കുറവായ മരുമകനെ കസേരയിലേക്ക് കയറ്റി ഇരുത്തണമെന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരാൾ മരുമകൻ്റെ അത്രയുമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾ ഉണ്ടാകരുത്, ജനസമ്മതനായ ഒരാൾ ഉണ്ടാകരുത്. അത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ചായക്കടക്കാരൻ ചെയ്യുന്നതാണെങ്കിൽ ആളുകളെ വെട്ടിക്കൊല്ലണം. അത് പറ്റത്തില്ല, പ്രശ്നമാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇവരെ ഇലക്ഷൻ അങ്ങോട്ട് നിർത്തുക, ജയിച്ചു കഴിഞ്ഞാൽ MP ആക്കി പാക്ക് ചെയ്യുക, ബാക്കി ഇവിടെയുള്ള സംഗതികളെല്ലാം അടിച്ചിരുത്തിക്കൊണ്ട് മരുമകനൊരു കസേര എന്ന ദൗത്യത്തിലേക്ക് വണ്ടി വന്നങ്ങ് നിൽക്കുക. മാൻഡ്രേക്കിൻ്റെ ഒരു ബുദ്ധിയെ സമ്മതിക്കാതെ പാടില്ല. മെയിനായിട്ട് 3 പേരാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തത്. ബിഗ് ബോസ് 3 കണ്ടസ്റ്റൻറ്റിനെ ചൂസ് ചെയ്തിരിക്കുകയാണ്. 3 പേര് ആരൊക്കെയാണെന്നല്ലേ? ശൈല ടീച്ചർ. പുള്ളിക്കാരത്തി ഇത്തിരി മര്യാദയ്ക്കൊക്കെ നിന്ന് വരികയായിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താ എല്ലാം കള്ളത്തരവും കൂടോത്രം ചെയ്തത് ആരാണ്ട്? അങ്ങനെ തോറ്റോ ഇത്? അല്ലെങ്കിൽ അങ്ങനെ പരത്തില്ലായിരുന്നു. തോമസ് ഐസക് ജനസമ്മതനാണ്. കാരണം അദ്ദേഹം ആ ധനകാര്യ വകുപ്പ് ഹാൻഡിൽ ചെയ്തിരുന്ന സമയത്ത് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. തോമസ് ഐസക്കിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ചില നേരത്തെ തിരുപ്പൂൽ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത് ഒഴിച്ചാൽ പുള്ളി ജനുവിനായ ജനസമ്മതം ഉള്ള ഒരു നേതാവ് തന്നെയാണ്. 2 8 നിലയിൽ പൊട്ടി. പിന്നെ ആരാ ഉള്ളത്? രാധാകൃഷ്ണൻ. ഇത് അൺബീറ്റബിൾ പേഴ്സണാണ്. പ്രത്യേകിച്ച് ദളിത് മന്ത്രി എന്നുള്ളൊരു കൺസിഡറേഷൻ പുള്ളിക്ക് ഉണ്ട് തന്നെയാണ്. സാധാരണക്കാരനായി വ്യക്തിത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും ഇല്ലാത്ത ഒരു പാർട്ടി അടിമയാണ് അദ്ദേഹം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിനെ ദേവസ്വം മന്ത്രിയാക്കിയിരുന്ന സമയത്ത് ഒരു അമ്പലത്തിൽ അങ്ങോട്ട് എന്തൊരു ചടങ്ങിന് കൊണ്ടുവരുത്തി വിളക്കം കണ്ട കുത്തിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്പൂരി പറഞ്ഞ് മാറിയില്ലേ, ഇവിടെ പെലയമാരെയൊന്നും എടുക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ദളിതമാരെയൊന്നും ഇവിടെ എടുപ്പിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ റാൻ മൂളി മാറിയിരുന്നു. എന്നാൽ ഇവർക്കൊരു സഭയുണ്ട്, അല്ല ഇവരെ ഒരു സംരക്ഷണ സമിതിയുണ്ട്. അവർ കൊണ്ടൊരു കേസ് കൊടുത്തു. പുള്ളി സഹകരിച്ചില്ല. എന്താണെന്നറിയാമോ? അതിനകത്ത് സഹകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ചോവന്മാരെല്ലാവരും കൂടെ എടുത്തു വെച്ച് കൊടുക്കും. 12% വരുന്ന ചോവന്മാരാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിലുള്ള മെജോറിറ്റി സഖാക്കന്മാരാണെന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ രാധാകൃഷ്ണൻ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ജനാധിപത്യ രാജ്യത്തെ ഒരു മന്ത്രി പറയുകയാണ് എന്നെ പീഡിപ്പിച്ചോളൂ, എനിക്ക് പരാതിയില്ല എന്ന്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുള്ളി ഡീസൻ്റാ, ഭയങ്കര ഡീസൻ്റാ. സ്വന്തമായിട്ട് അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലാതെ ആ രീതിയിൽ അതിനെ ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എടുത്തു വെച്ച ഒരാൾ ആ പോട്ടിനി കാട് കയറത്തില്ല. രണ്ടാമതൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. എന്തരായിരുന്നു? ഈ നാട്ടിൽ ദേവസ്വം മന്ത്രിയായി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സവർണരാണ് മിക്കവാറും ഈ പൂജാരിമാർ. അപ്പോൾ ഈ സവർണർ പൂജാരിമാർ മാറാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വേദം ആർക്കും പഠിക്കില്ല. പണ്ടല്ലേ ഈ ഒഴുകുന്നത്, ഇപ്പം അങ്ങനെയൊന്നുമില്ല, വേദമൊക്കെ പഠിപ്പിക്കാം.
ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇപ്പോൾ ഈഴവ സമുദായത്തിലുള്ളതും പല സമുദായത്തിലുള്ള അവരൊക്കെ ഇങ്ങനെ മാറിയിട്ട് അതാണല്ലോ ഇക്വാലിസം, അതാണല്ലോ കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പേര് വന്നിട്ട് അവർ ഇതിനെതിരെ ഒരു കേസ് കൊണ്ട് കൊടുക്കും. കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ കേരള സർക്കാരിനോട് ഒരു അഫിഡവിറ്റ് ചോദിക്കും. അത് കോടതിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അഫിഡവിറ്റ് ചോദിക്കും. ഉണ്ടംപൊരി അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നത് മണ്ടത്തരങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും. അതിനകത്ത് എന്താ കൊണ്ട് കൊടുത്തതെന്നറിയാമോ? ബ്രാഹ്മണൻ ഹൈ ക്ലാസ് ആണെന്ന്, ബ്രാഹ്മണന് വേറൊരു ക്ലാസ് ഉണ്ട് എന്ന് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുക. ഏത് ഗവൺമെൻറ്റാ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കൊണ്ട് കൊടുത്ത അഫിഡവിറ്റാ അത്. സീരിയസ്നെസ് മനസ്സിലായില്ലേ? എടോ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കൊണ്ടു കൊടുത്ത അഫിഡവിറ്റിൽ പറയുക ബ്രാഹ്മണൻ വേറൊരു ലെവൽ ക്ലാസ് ആണെന്ന്, അവർ മനുഷ്യരല്ല, അവർ അപ്പർ ക്ലാസ് ആണെന്ന്. അപ്പം ആരാ ദേവസ്വം മന്ത്രി? രാധാകൃഷ്ണൻ. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ് ഈ സംഗതി നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എതിർക്കേണ്ട സമയത്ത് വാ തുറക്കാതിരുന്നൊരു മന്ത്രിയാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? അത്രയും ജനുവനാണ് അങ്ങേര്. അതവിടെ നിൽക്കട്ടെ. ഇത്രയും മാന്യനായ ഈ വ്യക്തി അൺബീറ്റബിൾ ആണോ അല്ലയോ? പൊതുസമ്മതനുള്ള അത്യാവശ്യം ജനപ്രീതിയുള്ള ഒരാൾ. പുള്ളിയെ എന്ത് ചെയ്യാൻ പറ്റും? MP ആക്കി അങ്ങോട്ടങ്ങ് തട്ടിക്കഴിഞ്ഞാൽ മരുമകൻ്റെ കസേര ഉറച്ചു. ഏത് മാൻഡ്രേക്കിൻ്റെ ബുദ്ധിയെ. വേറൊരു കാര്യമുണ്ട്. എന്തിനാ ഇപ്പം മരുമകന് കസേര കൊടുക്കുന്നേ? നിങ്ങളെന്താ വിചാരിക്കണേ? 26% വരുന്നവരെ ഒപ്പിച്ച് കൂടെ നിർത്തണമെങ്കിൽ മരുമോൻ അവിടെ കയറ്റി ഇരുത്തണം. പക്ഷേ ഇവരുടെ സിദ്ധാന്തം മുഴുക്ക RSSകാരത്ത് എഴുന്നേറ്റ് നിന്ന് കുമ്പിടുന്ന സിദ്ധാന്തം. RSSകാർ തോറ്റുപോകുന്ന സിദ്ധാന്തം കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് കുട്ടികളെ, മനുഷ്യരാണ്. അത് മനസ്സിലായില്ലേ? RSSകാരുടെ അജണ്ട എന്തുവാ നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഇവിടെ വർഗബോധം വളർത്തിക്കൊണ്ടുവരിക, ഉച്ചനീചത്വങ്ങൾ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുക, ഹിന്ദു രാഷ്ട്രമാക്കുക. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയല്ലേ ഈ പറയുന്ന സംഗതി. സവർണരെ ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി അംഗീകരിക്കുകയും അവർണർക്ക് ഒരു ഇത് കൊടുക്കുകയും ചെയ്ത ജനാധിപത്യത്തിന് എഗൻസ്റ്റാണ്. ജനാധിപത്യത്തിന് മാത്രമല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആരാണ്? RSSകാരാണ്. അങ്ങനെയുള്ളൊരു തീരുമാനം ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റോ? ഇത് കമ്മ്യൂണിസമോ? ഇതിനെ കമ്മ്യൂണിസ്റ്റോ എന്ന് പറയുമോ? പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. പുള്ളി ചെയ്തു കോളനി 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദളിതരെയൊക്കെ അല്ലെങ്കിൽ ഷെഡ്യൂൾ ലെവലിലുള്ള എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കോളനി വേണം, അത് ഇത് എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോളനികളുടെ പേരങ്ങോട്ട് മാറ്റാം. ഗാന്ധിനഗർ കോളനി എന്നുള്ളത് മാറ്റി വെറും ഗാന്ധിനഗർ മാക്കാം. അങ്ങനെ കുറേയധികം വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നതിനപ്പുറം കോളനി എന്ന പേര് മാറാനേ അവരുടെ ജീവിത നിലവാരം മാറ്റണം. അവർക്ക് അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സ്റ്റൈഫൻ്റെങ്കിലും കൊടുക്കണമെന്ന്. അറ്റ്ലീസ്റ്റ് കൊച്ചുങ്ങളുടെ സ്റ്റൈഫൻ്റ് മുടങ്ങിയിട്ട് 2 കൊല്ലമായി. അല്ല, മൊത്ത ക്ഷേമ പെൻഷനും മുടങ്ങി നിൽക്കണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഒരു പെൻഷനും കൊടുക്കുന്നില്ല. ഈ പെൻഷനൊക്കെ ഈ പിണറായി അണ്ണൻ്റെ പോക്കറ്റിൽ നിന്ന് വരുന്നതൊന്നുമല്ല. നമ്മൾ സിസ് കൊടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് തരുന്നതാണ്. എന്നാലും കൊടുക്കില്ല. നമ്മൾ കാശ് കൊടുത്താലും അവർ പെൻഷൻ കൊടുക്കത്തില്ല. ദളിത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ അലവൻസ് പിടിച്ചു വെച്ചിരിക്കുന്നത് ദളിത് മന്ത്രിയായിരുന്ന ഇങ്ങേർക്ക് ഇത് മൊട്ടത്തിൽ നാണക്കേടാണോ അല്ലയോ ചോദ്യം. ഈ കോളനിയുടെയൊക്കെ പേര് മാറ്റിയിട്ട് കോളനി എന്നുള്ള പേര് അങ്ങോട്ട് മാറ്റി നന്നാവാന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം. ആകെ മൊത്തത്തിൽ ഫ്ലോപ്പായ ഒരു മന്ത്രി. പക്ഷേ ജനസമ്മതനാണ്. പേഴ്സണലി ഹീസ് എ വെരി ഗുഡ് പേഴ്സൺ. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനകത്ത് തർക്കമില്ല. വിഷയം അതല്ല. ദിവ്യ അയ്യർ എന്തിനാണ് ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചത്? ഇദ്ദേഹത്തിനെ ഇലക്ഷന് നിർത്തുന്നു. ഇദ്ദേഹം ജയിച്ചു. ആകെ ഇങ്ങനെ ജയിച്ചുള്ളൂ. ബാക്കിയെല്ലാം 8 നിലയിൽ പൊട്ടി. ഇദ്ദേഹത്തിനെ MP ആക്കി വിടുകയാണ്. അപ്പം അതിന് മുമ്പ് ഒരു രാജിക്കത്ത് കൊടുക്കും. ഇപ്പോഴുള്ള മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിട്ട് അദ്ദേഹം രാജിവെച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ യാത്രയപ്പിന് വന്നത്. ഈ ആശാട്ടിയമ്മ എവിടെയും കുത്തിത്തേറിയിട്ടുണ്ട്. അറിയത്തില്ലേ? കൊച്ചിനെയും കൊണ്ടൊക്കെ ഏതാ വേദിയിലൊക്കെ വന്ന് ചുമ്മാ ഹിറ്റാവുക. നമ്മൾ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അറ്റൻഷൻ സീക്കിങ്ങിന് ഒരു ഗുസ്തിതം കാണിക്കും. അയലത്ത് ഈ സ്ത്രീ ഇവരുമായിട്ട് ബന്ധമില്ല. അതായത് ഇവർ ചീഫ് സെക്രട്ടറി ആവുക എന്നുള്ളൊരു നോർമൽ സംഗതിയാണ്. മന്ത്രിമാർക്ക് ചീഫ് സെക്രട്ടറിയായി IASകാർ ഉണ്ടാവുക ഒരു നോർമൽ കാര്യമാണ്. പക്ഷേ ഇദ്ദേഹം ഇരുന്ന വകുപ്പുകളിൽ ഒന്നും തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം ഇരുന്നിട്ടില്ല എന്നുള്ളത് വസ്തുത. അദ്ദേഹം ഇരുന്ന ആ വകുപ്പുകളിലെ ചീഫ് സെക്രട്ടറിമാരും തന്നെ ഇദ്ദേഹത്തിന് യാത്ര അയക്കാൻ വന്നിട്ടില്ല. അതും ഒരു വസ്തുത. ഇവരാരാ? ഇവർ മറ്റേ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ്. അതറിയോ? അതാണ് ദിവ്യ. ഇവരെന്തിനാ അവിടെ വന്നതെന്ന് വെച്ചാൽ അറ്റൻഷൻ സീക്കിങ് ആണ്. വന്നപ്പോൾ കിട്ടേണ്ട ഒരു അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്തു. അയ്യരൂട്ടി നേരെ കയറി രാധാകൃഷ്ണ സഖാവിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. സൂപ്പർ ഹിറ്റായി. ഭയങ്കര ചർച്ചയായി. ഈ സ്വയംപൊക്കി ലോകം മുഴുവൻ ഇത് കൊണ്ടു കിടന്ന് കാണിക്കണം. പിന്നെ ദിവ്യ അയ്യർക്കാണ് കയ്യടി. അതെന്തിനു വാഴയ്ക്കുക? ആക്ച്വലി കയ്യടി കൊടുക്കേണ്ട രാധാകൃഷ്ണനല്ലേ? ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കി ഒരു അയ്യൊരു കുട്ടിയെ നമ്മൾ കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ അത് രാധാകൃഷ്ണനല്ലേ ബൂസ്റ്റപ്പ് ചെയ്യേണ്ടത്. ദിവ്യ അയ്യർക്ക് ഒരു ബൂസ്റ്റപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഇല്ല. എങ്ങനെ എത്തി ഈ കാര്യങ്ങൾ?
നോക്കൂ, ഉച്ചനീചത്വങ്ങളില്ലാതെ ഒരു സ്ത്രീ അയാളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉച്ചനീചത്വം ഉണ്ട് എന്നത് അർത്ഥമാകുന്നല്ലേ? എവിടെ കണ്ട് കുത്തുനാണൊക്കെ നിങ്ങൾക്ക് തോന്നിയില്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് പറയണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്നത് സമത്വമാണ്. സ്പെഷ്യലി ജാതി മത വർഗ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത ഒരു പാർട്ടിയാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ അട്രാക്റ്റീവായി ഒരുപാട് മനുഷ്യർ ജീവത്യാഗം കളഞ്ഞ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അവഹേളിക്കുന്ന രീതിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല? നീ സഖാവിനെ കയറി കെട്ടിപ്പിടിച്ചതൊരു കുറ്റമാണോ എന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് പറയാനില്ല. അതൊരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് സഖാക്കന്മാർ കൊണ്ട് നിരങ്ങണ കാണുമ്പോൾ സത്യമായിട്ട് കാർഗിച്ച് തുപ്പാനാണ് തോന്നുന്നത്. ദാറ്റ്സ് മൈ പോയിന്റ്. ആൻഡ് അതിനപ്പുറം ഒന്നും പറയാനില്ല. അപ്പോൾ ഈ മാഡത്തിനെ പറ്റി കൂടുതൽ വിവരം നമ്മൾ അറ്റൻഷൻ സീക്കർ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഈ ഭൂമി കുംഭകോണ കേസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ച് തരാം. വർക്കലയിൽ എങ്ങാണ്ട് ഏതൊരു ഭൂമി അങ്ങോട്ട് കൈമാശമൊക്കെ ആക്കി കൊടുത്തു. അല്ല, വൈഫിന് ഹസ്ബൻഡിന് കൊടുക്കാം എന്നുള്ളതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പോൾ അതിപ്പം IAS കൊടുത്തത് കൊണ്ട് അതൊരു കോഴ കേസായിട്ടൊക്കെ നിങ്ങൾ എടുക്കും, അതിന് കേസൊക്കെ വരും. കേസൊക്കെ വന്നാലും ഞങ്ങൾ സോൾവ് ചെയ്യും. എന്താണെന്നറിയാമോ? ഞങ്ങൾ രണ്ട് ഗുലാംഗുലമ. ഒരു പ്രശ്നം വന്നാൽ നമ്മളൊന്നിച്ചാൽ ഇയാൾക്കൊരു ഹവാല ഇടപാട് വന്നാൽ അയാൾ ഇടപെടും, അയാൾക്കൊരു പവിഴം റൈസ് ഇടപാട് വന്നാൽ ഇവരിടപെടും. അങ്ങനെയാണ്. സത്യത്തിൽ മണ്ടന്മാർ ജനങ്ങളാണെന്ന് ചുരുക്കം. ഏതായാലും അറ്റൻഷൻ സീക്കർ ആശാട്ടി അമ്മ നിഷ്കളങ്കയാവുകയാണ്. നിഷ്കളങ്കയല്ല എന്ന് തെളിയിക്കാൻ വർക്കലക്കാരോട് ചോദിച്ചാൽ വർക്കലക്കാർ പറഞ്ഞു തരും. വർക്കല കുംഭകോണത്തിലെ മെയിൻ കൊണാണ്ടറായിരുന്ന പുള്ളിക്കാരത്തി അന്ന് IAS വരെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അഗരാതിയിൽ പോലും ഇല്ലാത്ത ഒരു ചീഫ് സെക്രട്ടറി ഓടി വരുന്നു, ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നു, അറ്റൻഷൻ സീക്കിങ് നടത്തുന്നു. ഒക്കെ ശരി തന്നെ, എല്ലാം സമ്മതിച്ചു. മേൽക്കൊണ്ട് അടുത്ത് ഒന്നും പറയാനില്ല, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എന്തായാലും സ്നേഹം മൂത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നല്ല കാര്യം. സ്ഥിരമായി മാൻഡ്രേക്കിനൊരു പരിപാടിയുണ്ട്, സംരക്ഷക വോട്ട്. ഇയാൾ ഭയങ്കര സംരക്ഷകൻ, ദളിത് സംരക്ഷക വോട്ട്. ആഴ്ത്തവത്തിൽ ഇങ്ങനെ സംരക്ഷിച്ച ആരാണെന്ന് അറിയാമോ? RSSകാരുടെ അജണ്ട തയ്യാറാക്കി അത് പദ്ധതി നടപ്പിലാക്കിയ ഒരു മാന്യ വ്യക്തിയുണ്ട്, നമ്മളുടെ കൊടിയേരിയണ്ണൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ചെയ്താണൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും RSSകാരെ എന്ന്. എന്നിട്ട് പുള്ളി നടപ്പിലാക്കി എന്താണെന്നറിയില്ല, 10% സംവരണം അങ്ങോട്ട് ആക്കി കൊടുത്ത്. ആർക്ക്? സവർണർക്ക്. പൂജാരി ആകണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിനുള്ള ഇതുണ്ട്. പണ്ടൊക്കെയാണ് ഈ ഒഴുകിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അവരൊക്കെ ഇത് പഠിച്ചിട്ട്, വേദം പഠിച്ചിട്ട് അത്യാവശ്യം പൂജാരികളാകാൻ തയ്യാറായി വന്ന് നിൽക്കുന്ന അവരെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ഇറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി 10% കൂടുതൽ ഉണ്ടാക്കി കൊടുത്ത് സാരമില്ല, അവർ പറയുന്നതിന് ശരി, സവർണർ ഇവിടെ വേണം എന്ന് പറഞ്ഞ്, അതായത് RSSകാർ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന അജണ്ട നടപ്പിലാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്നുള്ളത് വ്യക്തമായി രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇതെന്ത് വാഴയ്ക്കെന്നേ തോന്നുള്ളൂ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എനിവേ, അപ്പോൾ ഈ സംരക്ഷക വോട്ടിൻ്റെ കേസിൽ ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. സംരക്ഷക വോട്ടിൻ്റെ കേസിൽ ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദേവസ്വം മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിന് ഇപ്പോൾ MP ആക്കി അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അപ്പോൾ ആ ദേവസ്വം മന്ത്രിയായിട്ട് അടുത്ത ആരെങ്കിലും ആക്കണം അല്ലേ? ദേവസ്വം മന്ത്രിയാകിയിരിക്കുന്ന ആൾ 100% ആയിരിക്കേണ്ടത് ഒരു ദളിതൻ തന്നെയാണ്. ആ രീതിയിലുള്ള ഒരാൾ തന്നെ വേണം. കാരണം അതാണ് ഏറ്റവും വക്രീകരിച്ച രീതിയിൽ ജാതിമത വ്യത്യാസങ്ങൾ പറയുന്ന ഒരു കൂട്ടത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മരുന്ന്. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് കേളുവിനെ ഇദ്ദേഹത്തിൻ്റെ പൊസിഷനിലേക്ക് എടുത്തത്. പക്ഷേ കേളുവിന് കൊടുത്തത് പട്ടികജാതി സംരക്ഷണം മാത്രമാണ്, ദേവസ്വം കൊടുത്തത് വാസവന. അതെന്താ അങ്ങനെ? അവിടെയാണ് പ്രശ്നം. കേളുവിന് എക്സ്പീരിയൻസ് ഇല്ല. 2 വട്ടം MLA ആയ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല. വാസവന് അത്ര പോലും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആക്കി. എന്തുകൊണ്ടെന്നറിയാമോ? അദ്ദേഹം ദളിതനല്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താലല്ലേ നമ്മുടെ RSSകാർക്ക് ഒരു സമാധാനം ആവുള്ളൂ, സംഘികൾക്ക് സമാധാനമാകണം എന്നുള്ളതിന്. അപ്പോൾ ആരാ സംഘികൾ? സവർണ സമൂഹമാണ് സംഘികൾ. അത് നമുക്കിടയിലുമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലുമുണ്ട്. സവർണ കോണാപ്ലിക്കേഷൻസുമാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കുൽസിത കശ്മല നിയമനമാണ് കേളുവിൻ്റെയും വാസവൻ്റെയും നിയമം എന്ന് ഞാൻ പറയും. തർക്കമുണ്ടെങ്കിൽ തർക്കിച്ചോ സഖാക്കന്മാരെ, ഒരു ഡൗട്ട് കൊണ്ട് ചോദിച്ചതാണ്. കൂടുതൽ രാഷ്ട്രീയമായി നിരീക്ഷണവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എടുത്ത് ഉടുക്കുമെന്ന് എനിക്കറിയാം. എന്നാലും പറയാനുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഈ ഒരു സംരക്ഷക സുനായും കൊണ്ട് ഇറങ്ങി നിൽക്കുന്ന മിസ്റ്റർ പിണറായിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വളരെ ദയനീയവും പരാജയവുമായ ഒരു ഭരണമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. ഒന്ന് ഇറങ്ങി മാറിക്കൊടുത്തുകൂടെ എന്ന് വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. മാൻഡ്രയ്ക്ക് ഈ പാർട്ടിയുടെ മുഖം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഇനിയും അതിനകത്തിരുന്നിട്ട് മണ്ടത്തരങ്ങളുടെ മറ്റൊരു ഘോഷയാത്ര നടത്താതെ ഒന്നൊഴിഞ്ഞു പോയിക്കൂടെ? സത്യമായിട്ടും വെറുത്ത് പാടില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്തു കളയും ഞങ്ങളൊക്കെ. സഖാവെന്ന് പറയാൻ തന്നെ നാണക്കേടാകും, അത്രയുണ്ട്. എന്തായാലും പ്രബുദ്ധ കേരളത്തിൽ അപമാനകരമായൊരു സംഗതിയാണ് ഈ ഒരു കെട്ടിപ്പിടുത്തം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഐ ഡോണ്ട് നോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ മെജോറിറ്റി ഇപ്പം
രാഷ്ട്രീയമൊന്നും അറിയുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഇട്ട് ആരും വന്നൊന്നും പറയാറില്ല. ഞാൻ ഒറ്റയ്ക്കായിപ്പോയതുപോലെ എനിക്കൊരു ഫീലിംഗ്. എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്. ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അയ്യരുകുട്ടി രാധാകൃഷ്ണ ആളെ കെട്ടിപ്പിടിച്ചു, അതൊരു വലിയ വാർത്തയാകുന്നു, അതിന് സംസാരിക്കുന്നു, അതിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഈ ദയവേദി കമൻറ്റ് തൊഴിലാളികളായി നടക്കുന്ന സഖാക്കന്മാർക്ക് ഇച്ചിരി പൊതുബോധം പറഞ്ഞു കൊടുക്കണം. ഇത് കമ്മ്യൂണിസം ഇവിടെ ഉണ്ടായ സമയത്ത് തൊട്ട് എതിർക്കപ്പെടുന്നൊരു സംഗതിയാണ്. ഈ വേറുകൃത്യം പാടില്ല. അപ്പോൾ ഈ കെട്ടിപ്പിടുത്തം കൊണ്ട് വേറുകൃത്യം മാറിയില്ലെന്ന് ചോദിച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്തൊരു വാർത്തയാക്കുമ്പോൾ തന്നെ വേറുകൃത്യം മാറിയില്ല എന്നർത്ഥം. വേറുകൃത്യം മാറി എന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യില്ല, അതൊരു ന്യൂസ് ആക്കില്ല. പിന്നെ നിഷ്കളങ്കയായ ഈ അയ്യരൂട്ടി ആരാണെന്നും കൂടെ ഒന്ന് അന്വേഷിക്കുക കേട്ടോ. കുറച്ചത് കാലം പറയുമ്പോൾ നമുക്ക് പഴയത് മറന്നു പോകണ്ട. ഭൂമി കുംഭകോണത്തിലെ പ്രതിയാ, കേസ് ഒതുക്കി തീർത്തു, കോൺഗ്രസ്സുകാരിയാ. ഈ കെട്ടിപ്പിടുത്തവും ഈ പ്രഹസനവും ഒക്കെ കാണിക്കാനും വേണ്ടി ഇദ്ദേഹവുമായിട്ട് യാതൊരു ലിങ്കുമില്ല, അതും കൂടെ ഓർത്തോണം. അവർ പോർട്ടിൻ്റെ MD ആണ്, ഏത് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ്, അല്ലാതെ ഇങ്ങേരുടെ ചീഫ് സെക്രട്ടറിയോ മുൻ ചീഫ് സെക്രട്ടറിയോ അല്ല. കേസുകാരിയൊക്കെ തന്നെ അത് സമ്മതിച്ചു. ഈ പ്രഹസനത്തിന് അവർ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രഹസനമായി മാറ്റിക്കൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അതിനെ എടുത്ത് ബൂസ്റ്റപ്പ് ചെയ്ത് എൻലാർ ചെയ്ത് കാണിക്കുമ്പോൾ സഖാക്കന്മാരെ മലർന്നു കിടന്ന് തുപ്പുകയാണ് നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കൂത്ത് കൊണ്ട് മലർന്നു കിടന്ന് തുപ്പൽ എന്നൊരു സംവിധാനമുണ്ട്. പിന്നെ എന്തുകൊണ്ട് രാധാകൃഷ്ണനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി അദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പ്രതികരണശേഷി നഷ്ടപ്പെട്ട് പാർട്ടി അടിമയായി സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തി ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നതിലും ഭേദം അവിടെ കാണാൻ പോയി നിൽക്കട്ടെ, അതാണ് നല്ലത്. സത്യം പറഞ്ഞാൽ വിഷമമുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടായിരുന്നു ദളിതരെ ഒന്ന് മന്ത്രിയാക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കുക, രാഷ്ട്രപതി അങ്ങനെയൊക്കെയെങ്കിലും ആക്കിയിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് പറ്റാത്തൊരു സാഹചര്യമുണ്ട്, അത്രയ്ക്ക് ആധിക്യമുണ്ട് അതിനകത്തേക്ക്. ഈ പ്രൊട്ടക്ഷൻ വോട്ട് എന്നൊരു എന്താ പറയുക, സംരക്ഷക വോട്ട്. ഇവർ സംരക്ഷകരായിട്ട് അഭിനയിച്ച് കാണിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അറിഞ്ഞോ അറിയാതെയോ ഇവർ ചെയ്ത തെറ്റിൽ ജനങ്ങൾ കമ്മ്യൂണിസത്തിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിക്കുന്നത്. തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ട് അവരെ 10 മടങ്ങ് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ മരുമകനെ കാണിച്ചുകൊണ്ട് 26% കൂടെ നിർത്തിയെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരനിക്ക് അറിയത്തില്ല അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ആ സംരക്ഷണം. നമ്മൾ തീവ്രവാദ മെൻറ്റാലിറ്റി ഉള്ള ഒരു വിഭാഗം ജനങ്ങളെ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ നിലപാടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക എന്നതിനപ്പുറം പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തിടരുത്. ഉദാഹരണം, ഹമാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഹമാസ് അവിടെ കിടന്ന് എന്തോ കാണിക്കുന്നത്, അതൊരു ജാതീയത ചണ്ടയും കൊണ്ട് വരരുത്. അതൊരു തെളിവാണ്, ഒരു എക്സാമ്പിളാണ്. ഹമാസ് പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഭീകരവാദവും, ഗുഹയ്ക്കകത്തൊരു പെൺകുട്ടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. ഭയങ്കര ദയാലുവായിട്ട് ദയനീയമായി കാണേണ്ട ഒരു അവസ്ഥയാണ്. ഒരു രാജ്യം ജാതി മതത്തിനൊക്കെ അടിസ്ഥാനവും മൂല്യവും മനുഷ്യനേക്കാൾ വാല്യൂ മതത്തിന് കൊടുക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ആ കാണുന്നത്. അവിടെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അടിയല്ല, നിങ്ങളതങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ജൂതന്മാരും മുസ്ലിംസും തമ്മിലുള്ള ഇടിയാണ്. ഇറാനിലേക്ക് പോവുക, ഷിയ സുന്നി ലഹളയാ. മതത്തിന് വേണ്ടിയിട്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുക്കുകയാണ്. എന്തിനാണ് ഈ മതങ്ങൾ ഉണ്ടാക്കിയെന്നൊരു ചെറിയ ചിന്തയുണ്ടെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. നമ്മുടെ നാട്ടിലേക്ക് അത് വരണോ? പാടില്ല. ഇവിടെ ഈ രീതിയിലുള്ള ഒരു ബൂസ്റ്റപ്പും പാടില്ല. ഹമാസിൽ ഒരിക്കലും ചാവുന്നുണ്ടെങ്കിൽ അത് ഹമാസുകാർ നോക്കിക്കോളും. നിങ്ങൾ ഐക്യദാർഢ്യം പറയേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളെ ഏതെങ്കിലും ജൂതനോ ക്രൈസ്തവനോ കുത്തുന്നുണ്ടോ? അത് പറ, അതിനാണ് പോയിന്റ്. ഇവിടുത്തെ പ്രശ്നം നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ വ്യവസ്ഥ, അതിനകത്ത് എന്ത് പ്രശ്നമുണ്ട് അത് മുന്നോട്ട് വയ്ക്കുക, അതിന് മാർഗമുണ്ടാക്കിയെടുക്കുക. അതല്ലേ ന്യായം. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീർത്തിട്ട് ഇപ്പോൾ ഒരു അയൽവക്കത്തെ കുണ്ടൻ്റെ വീട്ടിൽ പോയി പ്രശ്നം തീർക്കാനെ കൊണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവും. ദയാവായ്പ്. അപ്പോൾ അപ്പുറത്ത് മരിച്ചു വീഴുന്നവർക്ക് ദയ വേണ്ടായോ? അപ്പുറത്തും ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, അവിടെ ദയ വേണ്ടായോ? അവർ 2 പേരും നടക്കുന്ന പറമ്പിനടിയാണ്, പള്ളിക്കടി. ഒരു പള്ളിയുണ്ട്, അവിടെ കുരിശടിയുണ്ട്. ഒരാൾ പറയുന്നത് അതെൻ്റെ രബിയുടെ സ്ഥലമാണ്, ഒരാൾ പറയുന്നത് എൻ്റെ യേശുവിൻ്റെ സ്ഥലമാണെന്ന്. ഇതിനാണ് അവിടെ അടി നടക്കുന്നത്, അല്ലാതെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അടിയല്ല. അതോർത്തോണം, വേറെ ഒന്നുമല്ല. നന്നായി കേപ്പബിളായ ഒരു വിഭാഗവും നന്നായി കേപ്പബിലിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു വിഭാഗവും തമ്മിലുള്ള അടി, മതച്ചണ്ട. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവിടെ കാണുന്നത്. ഇതിനെതിരെയാണ് കമ്മ്യൂണിസം നിലനിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ മതമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മെജോറിറ്റി യുക്തിവാദികൾ നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ യഥാർത്ഥ ബോധമുള്ള ഒരു സഖാവ് പോലും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്. എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്.
അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച ഒരു കാര്യം എടുത്തു വെച്ച് നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്ത് പറയുമ്പോൾ ഈ നാട്ടിൽ ഇന്നും ജാതി മത വർഗീയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പാർട്ടി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു, നിങ്ങളുടെ പാർട്ടി മുൻപോട്ട് വയ്ക്കുന്ന വിഭാവിച്ച കാര്യം ഇത് ഒരു വാഴക്കയുമില്ല. ഭരണഘടനയിലുണ്ടത്. ജാതി മത വർഗം ലിംഗ അടിസ്ഥാനത്തിൽ വേർതിരിവ് പാടില്ല എന്നുള്ളത് ഭരണഘടന ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന സാധനമൊന്നും അല്ലത്. അത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അത് ഇവിടെ നിലനിൽക്കുന്നു. അത് പ്രാക്ടിക്കലായി നടത്തപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ബോധം ആദ്യം ഈ സഖാക്കന്മാർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ദഹിക്കുന്നവർക്ക് ദഹിക്കും, അല്ലാത്തവർ സൈഡ് പ്ലീസ്. ഐ നീഡ് ടു ഡൂ ദിസ്. ഞാൻ ഒരുപാട് ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനമായതുകൊണ്ടാണ് ആ സഖാക്കന്മാരെ ഇതിലെ ഒരു കാര്യം മാത്രം മറക്കാതിരിക്കുക. പാർട്ടി ഗ്രാമങ്ങൾ ഞങ്ങളുടെ നാട്ടിലുമുണ്ട്. പാർട്ടിയെ എനിക്കും അറിയാം, ഞാനും പാർട്ടിക്കാരിയാണ്. എന്നുവെച്ചാൽ ടിറ്റ് ഫോർ ടാറ്റ്, ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് അങ്ങനെ. എനിക്കറിയാം നിങ്ങളൊന്നും പറയത്തില്ല, കാരണം സഖാക്കന്മാരെല്ലാം ഫേസ്ബുക്കിൽ കിടക്കുകയാണ്, ഞാനാണെങ്കിൽ യൂട്യൂബിലും. എനിവേ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണം, ഷെയറും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. സംഘികളുടെ അടുത്ത് കൊണ്ടിടല്ലേ, ഉടനെ സംഘപ്പന്മാർ പറയും ഞാൻ സംഘിച്ച കൂട്ടത്തിൽ ചേർന്നു. ഇപ്പുറത്ത് കൊണ്ടിട്ട് കൊടുക്കുക തെറി വിളിക്കുക, അവന്മാർ പറയും ഞാൻ സംഘിയായിരുന്നു. എങ്ങനെയായാലും സംഘം കരണം ജച്ചാമി. ബൈ ബൈ.